യെസ്, ആഗോള അയ്യപ്പ സംഗമം നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച് ദേവസ്വം മന്ത്രി. സംഗമത്തിൽ ചെലവായ തുക ദേവസ്വം ബോർഡിന് തിരികെ നൽകിയെന്നാണ് മന്ത്രി പറഞ്ഞത്. തുക പൂർണ്ണമായും തിരികെ നൽകിയില്ലെന്ന് SIT പറയുന്നു. ഹൈക്കോടതിയിൽ നൽകിയ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് പരാമർശം. രാജീവ് ഒപ്പം ചേരുന്നു. രാജീവ്, ഇതിപ്പോൾ അന്വേഷണ പരിധിയിലേക്ക് ആഗോള അയ്യപ്പ സംഗമം കൂടി വരുന്നുണ്ടെന്ന് കേൾക്കുന്നു. ഇതിങ്ങനെ വഴിതിരിച്ചുവിടലിൻ്റെ ഭാഗമാണെന്നൊന്നും അറിയില്ല. എങ്കിലും ഇതിപ്പോൾ മന്ത്രി തെറ്റിദ്ധരിപ്പിക്കുകയാണല്ലോ. അങ്ങനെ അടിമുടി പച്ചക്കള്ളം മാത്രം പറഞ്ഞ് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാനാണ്? കൃഷ്ണരാജ്, ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ആദ്യം മുതൽ സർക്കാർ പറഞ്ഞിരുന്നത് സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു തുക പോലും ചിലവഴിക്കില്ല, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു തുക പോലും ചിലവഴിക്കാതെ ആഗോള അയ്യപ്പ സംഗമം നടത്തും, സ്പോൺസർമാരിൽ നിന്നായിരിക്കും പണം കണ്ടെത്തുക എന്നായിരുന്നു പ്രധാനമായും സർക്കാർ മുന്നോട്ട് വെച്ചിരുന്ന അവകാശവാദം. അതായത് ദേവസ്വം ബോർഡിൻ്റെ പണം വിനിയോഗിക്കരുതെന്ന് ഹൈക്കോടതി വളരെ കർശനമായ നിർദ്ദേശം ഒരു തവണയല്ല പല തവണ നൽകിയിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിനായി ദേവസ്വം ബോർഡിൻ്റെ ചില്ലിക്കാശ് പോലും ചെലവഴിക്കരുത്, അതുപോലെ തന്നെ സർക്കാർ ഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കരുത് എന്നുൾപ്പെടെയുള്ള കർശനമായ നിർദ്ദേശങ്ങളായിരുന്നു ദേവസ്വം ബോർഡിനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും നൽകിയത്. സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത് സ്പോൺസർമാരിൽ നിന്ന് പണം കണ്ടെത്തിക്കൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തും, ഈ ശബരിമലയിലേക്ക് നിക്ഷേപങ്ങൾ ആകർഷിക്കുക, അതുപോലെ തന്നെ ശബരിമലയുടെ വികസനം ഉറപ്പുവരുത്തുക എന്നിവയാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങൾ എന്നായിരുന്നു പ്രധാനമായും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ ഉൾപ്പെടെ അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഈ സ്പോൺസർമാരിൽ നിന്ന് പണം കണ്ടെത്താൻ കഴിയാതെ വന്നതോടുകൂടിയാണ് ദേവസ്വം ബോർഡിൽ നിന്ന് 3.40 കോടി രൂപ, അതായത് 3.5 കോടി രൂപയ്ക്കടുത്താണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി സർക്കാർ എടുത്തിരുന്നത്. അതായത് അഡ്വാൻസായി എടുത്തു എന്നായിരുന്നു പ്രധാനമായും സർക്കാർ വ്യക്തമാക്കിയത്. അതായത് ഈ ദേവസ്വം ബോർഡിന് ഈ പണം തിരികെ നൽകും, സ്പോൺസർമാർ പണം നൽകുന്നതനുസരിച്ച് ദേവസ്വം ബോർഡിന് ഈ പണം തിരികെ നൽകുമെന്നായിരുന്നു പ്രധാനമായും സർക്കാർ വ്യക്തമാക്കിയിരുന്നത്. 2 സ്പോൺസർമാർ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നാണ് ദേവസ്വം മന്ത്രി നിയമസഭയെ അറിയിച്ചത്. 2 ബാങ്കുകളായിരുന്നു പ്രധാന സ്പോൺസർമാർ. അവർ പണം നൽകിയതനുസരിച്ച് ദേവസ്വം ബോർഡിന് പണം തിരികെ നൽകിയെന്നും ദേവസ്വം മന്ത്രി നിയമസഭയെ അറിയിച്ചിരുന്നു. രേഖാമൂലമാണ് ദേവസ്വം മന്ത്രി നിയമസഭയെ ഇക്കാര്യം അറിയിച്ചിരുന്നത്. എന്നാൽ ഇത് തെറ്റാണ് എന്നാണ് നിലവിലിപ്പോൾ SIT ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന രേഖകളിൽ വ്യക്തമാകുന്നത്. അതായത് 3.5 കോടി രൂപയ്ക്കടുത്ത് ദേവസ്വം ബോർഡിൽ നിന്നും ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ടി സർക്കാർ എടുത്തിരുന്നു. അതിനുശേഷമാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത്. എന്നാൽ ഈ പണം പൂർണ്ണമായും തിരികെ നൽകിയിട്ടില്ല എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് SIT ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതായത് ഫണ്ട് വിനിയോഗത്തിൽ ഉൾപ്പെടെ അവ്യക്തത നിലനിൽക്കുകയാണ്. അയ്യപ്പ സംഗമത്തിൻ്റെ ഫണ്ട് വിനിയോഗത്തിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. ഹൈക്കോടതി നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല എന്നും SIT വ്യക്തമാക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ കൂടിയാണ് ദേവസ്വം മന്ത്രി പരസ്യമായി തന്നെ നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിയമസഭയിൽ രേഖാമൂലം ദേവസ്വം മന്ത്രി പറയുകയാണ് ദേവസ്വം ബോർഡിൽ നിന്നെടുത്ത പണം പൂർണ്ണമായും തിരികെ നൽകിയിട്ടുണ്ട്. 2 സ്പോൺസർമാരുണ്ടായിരുന്നു. ആ സ്പോൺസർമാർ ആദ്യഘട്ടത്തിൽ പണം നൽകിയില്ല. പിന്നീട് പണം നൽകിയപ്പോൾ ഈ തുക തിരിച്ച് ദേവസ്വം ബോർഡിന് നൽകിയെന്ന് പറയുമ്പോൾ തിരിച്ച് SIT പറയുന്നത് അങ്ങനെയല്ല. ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഉൾപ്പെടെ ഹൈക്കോടതിയിൽ നൽകിക്കൊണ്ട് പറയുന്നത് ഈ പണം പൂർണ്ണമായും തിരികെ ദേവസ്വം ബോർഡിന് നൽകിയിട്ടില്ല എന്നാണ്. അതായത് ദേവസ്വം മന്ത്രി നിയമസഭയെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്നു. മാത്രമല്ല ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിൻ്റെ പണം തന്നെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന വസ്തുത കൂടി നിലനിൽക്കുകയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് എന്തിനു വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന്. സാധാരണക്കാരായ പണം വരും, സ്പോൺസർമാരുണ്ട്, എല്ലാം അവരുടെ കയ്യിലാണെന്നൊക്കെയാണല്ലോ വീമ്പിളക്കിയത്. ഇപ്പോൾ ഉള്ള പണം കൂടി പോയി, ഒരു ഉപയോഗവും ഉണ്ടായതുമില്ല. എന്തൊക്കെയായിരുന്നു? തീർച്ചയായും കൃഷ്ണരാജ്, ആ രീതിയിൽ തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതോടുകൂടി ശബരിമലയിൽ അടിസ്ഥാന വികസന രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു സർക്കാർ ആഗോള അയ്യപ്പ സംഗമം പമ്പ മണൽത്തീരത്ത് നടത്തിയത്. മാത്രമല്ല നമുക്കറിയാം അവിടെ ഒരുക്കിയ ടെൻറ്റുകളൊക്കെ വിദേശ നിർമ്മിതമായ ടെൻറ്റുകൾ, അത്യാഡംബരമായ സൗകര്യങ്ങൾ, AC ടെൻറ്റുകളൊക്കെ ഒരുക്കിക്കൊണ്ടായിരുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. എന്നാൽ അതിനുശേഷം ദിവസങ്ങൾ പിന്നിടുമ്പോൾ നമ്മൾ അവിടെ ചെന്നിരുന്നു. തുലാമാസ പൂജകൾക്കായി അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഈ ആഗോള അയ്യപ്പ സംഗമം നടന്ന ഈ പമ്പ മണൽത്തീരം മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നു. ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളില്ല. മാത്രമല്ല അതിനുശേഷം തുലാമാസ പൂജകൾക്ക് അവിടെ ഉണ്ടായ വലിയ തിരക്ക്, ആ തിരക്ക് നിയന്ത്രിക്കാൻ പോലും കഴിയാതെ ഭക്തർ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലം നമ്മൾ കണ്ടതാണ്. ഭക്തർ അവിടെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ കണ്ടതാണ്. അതായത് കോടികൾ ചെലവഴിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു, അതും ദേവസ്വം ബോർഡിൻ്റെ ഫണ്ട് തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. 3.5 കോടി രൂപയ്ക്കടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അത് ഈ വ്യവസായികൾക്ക് ഉപയോഗപ്പെട്ടു എന്നല്ലാതെ സാധാരണക്കാരെ ഒരു ഭക്തർക്ക് പോലും യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാക്കിയില്ല എന്ന്
എന്ന് തുടക്കം മുതൽ ജനൻ ടി വി ഇക്കാര്യം പറഞ്ഞതാണ്. എന്നാൽ അന്നൊക്കെ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് വലിയ വ്യവസായികൾ ഇവിടേക്ക് നിക്ഷേപങ്ങളുമായി എത്തും, അവരെ തന്നെ കാറ്റഗറി തിരിച്ചുകൊണ്ട് 1 കോടി തന്നാൽ ഇത്ര സൗകര്യങ്ങൾ നിങ്ങൾക്ക് ശബരിമലയിൽ ചെയ്തു തരാം, 2 കോടി തന്നാൽ കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു തരാം എന്നൊക്കെയായിരുന്നു സർക്കാർ എന്ന് പറഞ്ഞത്. അതായത് സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തിക്കൊണ്ട് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പൊള്ളയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തന്നെ ഭാഗമായ പോലീസ് കൂടി പറയുന്നത്. SIT കൂടി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഈ 3.5 കോടി രൂപ ദേവസ്വം ബോർഡിന് പോയി എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പോലും കാറ്റിൽ പാർത്തിയിരിക്കുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുമ്പോൾ അത് സർക്കാരിന് കൂടുതൽ തലവേദനയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സർക്കാരിന് മാത്രമല്ല ദേവസ്വം ബോർഡിന് കൂടി അത് വലിയ തലവേദന ഉണ്ടാക്കുകയാണ്. സർക്കാരിനെയും ദേവസ്വം ബോർഡിനെ ഒരുപോലെ പ്രതിക്കൂട്ടിലേക്ക് നിർത്തുന്നതാണ് SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട്. കൃഷ്ണരാജ്, അതെ, SITയുടെ റിപ്പോർട്ട് സർക്കാരിനെ കൂടുതൽ തലവേദന ഉണ്ടാക്കുകയാണ്. 3.5 കോടി രൂപ വെറുതെ ഒഴുക്കിക്കളഞ്ഞു. അതായത് രാജീവ്, ഒഴുക്കിക്കളഞ്ഞു. ഇതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞത് ആഗോള അയ്യപ്പ സംഗമം എന്നല്ല, ആളില്ല അയ്യപ്പ സംഗമം എന്നായിരുന്നു. അതെ, ഇപ്പോൾ ഇത് ആളെപ്പറ്റിക്കൽ അയ്യപ്പ സംഗമമാണെന്ന് വ്യക്തമാകുന്നു. തീർച്ചയായും കൃഷ്ണരാജ്, ആ രീതിയിൽ തന്നെ ഇതിനെ കാണേണ്ടി വരും. കാരണം തുടക്കം മുതൽ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അയ്യപ്പ സംഗമത്തിൻ്റെ ആ വേദിയൊക്കെ നമ്മൾ കണ്ടതാണ്. യഥാർത്ഥ ഭക്തർ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ആളൊഴിഞ്ഞ വേദികളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ എത്തുന്ന ഒരു സാഹചര്യം പോലും അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. മാത്രമല്ല ആ ഘട്ടങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്തരത്തിൽ കോടികൾ ചിലവഴിച്ചുകൊണ്ട്, അതായത് യഥാർത്ഥ ഭക്തർക്ക് ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും പമ്പയിലോ സന്നിധാനത്തോ ഒരുക്കാതെ ഇത്തരത്തിലുള്ള അയ്യപ്പ സംഗമം നടത്തുന്നതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന ചോദ്യം പല ഘട്ടത്തിലും ഉയർന്നതാണ്. അതേസമയം തന്നെയാണ് സർക്കാർ പറഞ്ഞത് ഈ ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം, അതിനുവേണ്ടി സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തണം, അതിനാണ് ശ്രമിക്കുന്നതെന്ന്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡിന് 3.5 കോടി രൂപ പോയിരിക്കുന്നു. സ്പോൺസർമാരെ കണ്ടെത്തും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 2 സ്പോൺസർമാരുണ്ട് എന്ന ദേവസ്വം മന്ത്രി നിയമസഭയിൽ രേഖാമൂലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ പണം തരാൻ വൈകിയതുകൊണ്ട് ദേവസ്വം ബോർഡിൽ നിന്ന് 3.5 കോടി എടുത്തുകൊണ്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അത് തന്നെ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കലാണ്. കാരണം ഹൈക്കോടതി പറഞ്ഞിരുന്നത് ദേവസ്വം ബോർഡിൻ്റെ ചില്ലിക്കാശ് പോലും എടുക്കരുത് എന്നാണെങ്കിൽ 3.5 കോടി രൂപ എടുത്തിരിക്കുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശം കാറ്റിൽ പറത്തിക്കൊണ്ട് ദേവസ്വം ബോർഡിൽ നിന്ന് തന്നെയാണ്. ആ പണം പൂർണ്ണമായും നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നിലവിലിപ്പോൾ SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഫണ്ട് വിനിയോഗത്തിൽ മൊത്തത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുകയാണ്. ഏത് രീതിയിലൊക്കെയാണ് ഫണ്ട് വിനിയോഗിച്ചിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ കണക്കുകളില്ല എന്നാണ് SIT പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടുതൽ കുരുക്കാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും SITയുടെ അന്വേഷണത്തിലേക്ക് ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമം കൂടി എത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളിലെ വ്യക്തത കൂടി ഹൈക്കോടതി ഇനി ചോദിക്കുകയാണെങ്കിൽ അത് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും കൂടുതൽ കുരുക്കിലാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതേസമയം തന്നെയാണ് ദേവസ്വം മന്ത്രി പരസ്യമായി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത് ഈ സ്പോൺസർമാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. ദേവസ്വം ബോർഡിൻ്റെ പണം എടുത്തിട്ടുണ്ട്, അത് ദേവസ്വം മന്ത്രി സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആ പണം സ്പോൺസർമാർ തിരികെ ഈ പണം നൽകിയപ്പോൾ അക്കൗണ്ടിലേക്ക്, ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടിലേക്ക് തിരികെ നിക്ഷേപിച്ചു എന്നാണ് ഇതിൽ ദേവസ്വം മന്ത്രി പറയുന്നത്. അത് തെറ്റാണ് എന്ന് SIT തന്നെ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. ഈ പണം തിരിച്ച് ദേവസ്വം ബോർഡിന് നൽകിയിട്ടില്ല. 3.5 കോടി രൂപയാണ് ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്നത്. ആ പണം തിരികെ ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. അതായത് PS പ്രശാന്തിന് കൂടി ഇത് കുരുക്കാകുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. മാത്രമല്ല ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ദേവസ്വത്തിൻ്റെ മിനിറ്റ്സിലൊന്നും ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും ഇല്ല എന്നും SIT കൃത്യമായി പറയുന്നു. പിന്നെ ദേവസ്വത്തിന്റെ മിനിറ്റ്സിൽ ഇല്ലാതെ തീരുമാനിക്കുന്നു. അപ്പോൾ തീരുമാനിച്ചത് സർക്കാർ PS പ്രശാന്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണോ? അത് വോട്ടിന് വേണ്ടിയായിരുന്നു, ആളെപ്പറ്റിക്കലായിരുന്നു. സ്പോൺസറാണ്, ദേവസ്വം ബോർഡിന് 1 രൂപ പോലും ചെലവില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. യെസ്, അതെ. പക്ഷേ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിലേക്ക് പണം തിരിച്ചെത്തിയിട്ടില്ല. ഇത് അടുത്ത വലിയ വിവാദത്തിലേക്കാണ് ഈ രാജീവിന്റെ ഈ വാർത്ത. ഇതിപ്പോൾ പ്രഭാതത്തിൽ ഇത്രയും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. യെസ്, പക്ഷേ ഇനിയുള്ള മണിക്കൂറിൽ ഒരുപക്ഷെ ഒരുപാട് ചർച്ചയാകാൻ പോകുന്ന ഒരു വാർത്തയായി ഇത് മാറും. വിവരങ്ങൾ നൽകുകയായിരുന്നു R. രാജീവ്.